പ്രൈസ് ലോർഡ്. ഡിവൈൻ ബ്ലെസ്സിങ്സിലേക്കുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമുക്കൊരുമിച്ച് ദൈവവചനം ഷെയർ ചെയ്യുവാനും പ്രാർത്ഥിക്കാനും എല്ലാം കർത്താവ് ഇടയാക്കി. എല്ലാം വളരെ അനുഗ്രഹമായിരുന്നു. ഒരു ബ്ലെസ്സഡ് ഡേ ആയിരുന്നു, ബ്ലെസ്സഡ് വീക്കായിരുന്നു. ഇന്ന് വീണ്ടും നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് എറണാകുളത്തു നിന്നും ഷാജി, ഷേർലി, അവർക്ക് ദൈവം ദാനമായിട്ട് കൊടുത്ത 2 കുഞ്ഞുങ്ങൾ, അവരെ സ്പോൺസർ ചെയ്തതാണ് ഇന്നത്തെ എപ്പിസോഡ്. നമുക്കൊരുമിച്ച് ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, പ്രിയ ഷാജിക്ക് വേണ്ടി ഷേർലിക്കായി പ്രാർത്ഥിക്കുന്നു. ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണം. പുതിയ വർഷത്തിലേക്ക് അവർ കയറുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും ബ്ലസ്സഡായി തീരാൻ യേശു കർത്താവ് ഇടയാക്കണം. ആ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഷാജി ആൻഡ് ഫാമിലി, നിങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആയിരക്കണക്കിന് ജനത്തിന് ഇന്നത്തെ സന്ദേശം ഒരു ബ്ലെസ്സിങ് ആക്കി തീർക്കാൻ നിങ്ങളിലൂടെ കർത്താവ് ഒരുക്കിയ വഴികൾക്കായി നന്ദി. താങ്ക് യു വെരി മച്ച്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വചനം ഞാൻ വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം. യേശു പറയുകയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വാക്കിനകത്ത് എല്ലാ മിറക്കിൾസും, എല്ലാ ഭാവിയും, എല്ലാ ജീവനും, എല്ലാ അധികാരവും എല്ലാം അടങ്ങിയിരിക്കുന്ന ഉൾക്കൊണ്ട ഒരു വാക്കാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു സിമ്പിൾ കാര്യമാണ് വിശ്വാസം. എന്നാൽ ആ സിമ്പിൾ വിശ്വാസം വലിയ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം, ഒരു ദിവസം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്തു പോകുമ്പോൾ ആ യാത്രാവേളയിൽ പല മിറക്കിൾസ് നടക്കുന്ന യായിറോസിൻ്റെ വീട്ടിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ 12 സംവത്സരം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ മുതലെല്ലാം മുടക്കി വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹായിച്ച് വലിയ കഷ്ടതകൾ അനുഭവിച്ച, വേദന അനുഭവിച്ച, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു സഹോദരി യേശുവിനെ കുറിച്ച് കേട്ടു. അങ്ങനെ യേശു എവിടെ ആയിരിക്കുന്നോ ആ സ്ഥലത്തേക്ക് ഓടി വന്ന് ആ പുരുഷാരത്തെയും എല്ലാം തിക്കി തിരക്കി അതിനകത്തൂടെ കയറി യേശുവിനെ തൊട്ടു. യേശുവിൽ നിന്നുള്ള സൗഖ്യം അവളിലേക്ക് വ്യാപരിച്ചു. ഈ യേശുവിൻ്റെ ശക്തി അവളിലേക്ക് വ്യാപരിക്കാനുണ്ടായ കാര്യം ഒന്ന്, അവളിലുള്ള വിശ്വാസം. യേശു പറഞ്ഞ വേർഡ് എത്രയോ പ്രാധാന്യമുള്ള വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെ അവളുടെ ശരീരത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു സൗഖ്യം പകർന്നു കഴിഞ്ഞ് യേശു മുന്നോട്ട് പോകുമ്പോൾ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ്, ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ബാല്യക്കാരത്തി അല്ലെങ്കിൽ മകൾ മരിച്ചുപോയിരിക്കുന്നു, ഇനി അസഹ്യപ്പെടുത്തണ്ട.
അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കുന്ന അവസ്ഥയിൽ യേശു പറഞ്ഞ വാക്കാണ്, മരിച്ചുപോയി ഇനിയും ഗുരു വരണ്ട. യേശു പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതാ യേശു പറഞ്ഞ വാക്ക്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മരണവാർത്ത വന്നൊരാൾ പറയുമ്പോൾ ഇനി പ്രതീക്ഷയില്ല, വരണ്ട എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ ആ പോക്ക് മുടക്കും. നമ്മളാണെങ്കിൽ പറയും, ഒരു നിയോഗമില്ലായിരുന്നു, വരണ്ടായിരുന്നു. എന്നാൽ യേശു നിയോഗമില്ലാത്ത, മാനുഷികമായ നിലയിൽ നിയോഗമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, ഒരു സ്ഥാനത്തേക്ക് യേശു ദൈവാത്മനിയോഗത്താൽ മുന്നോട്ട് പോവുകയാണ്. മാനുഷികമായിട്ടുള്ള ഒരു നിയോഗം എന്ന് പറഞ്ഞു ഇനി വരണ്ട. എന്നാൽ ദൈവാത്മാവിൻ്റെ നിയോഗം എന്താണ്? പോകുക, നീ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു മാനുഷിക നിയോഗമില്ലാത്ത സ്ഥലത്തേക്ക് ദൈവാത്മാവ് ചില നിയോഗം തന്ന് നിന്നെ അയക്കാൻ പോവുകയാണ്. എന്താ മാനുഷികമായ നിയോഗമില്ലെന്ന് പറയാൻ കാര്യം? ഒരു മനുഷ്യന്റെ ജീവൻ പോയാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല, ഒരു നിയോഗമില്ല. ഇനി എന്ത് കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്നാൽ യേശു കർത്താവ് എപ്പോഴും ചെയ്യുന്നത്, ഒരു നിയോഗമില്ലാത്ത സ്ഥാനത്ത്, മാനുഷിക നിയോഗമില്ലാത്തടത്ത്, മാനുഷിക കാര്യങ്ങൾ അസ്തമിച്ച സ്ഥാനത്ത്, മാനുഷിക വാക്കുകൾ അസ്തമിച്ച സ്ഥാനത്ത് കർത്താവ് ആത്മനിയോഗത്തിലായിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. യേശു ഒരിക്കൽ കാനായിലെ കല്യാണ വീട്ടിൽ ചെന്നു. അവിടെ വീഞ്ഞ് തീർന്നുപോയി. മാനുഷികമായ നിലയിൽ ഒരു വാതിലും ഒരു വഴിയും അവിടെ കാണുന്നില്ല. എന്നാൽ യേശു ആത്മനിയോഗത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ കൽപാത്രങ്ങളിലൊക്കെയും വെള്ളം കോരി നിറപ്പീൻ. യേശുവിൻ്റെ വാക്ക് നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല, യേശുവിൻ്റെ വാക്ക് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന. മാനുഷിക വാക്ക് നമ്മെ തളർത്തുന്നതും മാനുഷിക വാക്ക് നാം ഇറങ്ങിത്തിരിച്ച ലക്ഷ്യസ്ഥാനത്തു നിന്നും പുറകോട്ട് നമ്മെ കൊണ്ടുപോകുന്നതുമാണ് മാനുഷിക വാക്കുകൾ. പ്രൈസ് ഗോഡ്. ഇന്ന് മുമ്പോട്ട് ഇറങ്ങിത്തിരിച്ച കാര്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിവില്ലാതെ നിങ്ങളെ തളർത്തിയ ചില മാനുഷിക വാക്കിൻ്റെ മുൻപിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത പണത്തിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ തടയപ്പെട്ട് പുറകോട്ട് നിൽക്കുന്നുവെങ്കിൽ അതിനെ അതിജീവിക്കുന്ന ഒരു ആത്മനിയോഗമുണ്ട്. ആ ആത്മനിയോഗം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. നിങ്ങൾ ഈ ദൂത് മറക്കരുത്. യേശുവിൻ്റെ വാക്ക് കേട്ട് വെള്ളം കോരി ഒഴിച്ച വീട്ടുടമസ്ഥൻ്റെ ആ ഹൃദയത്തിലെ സന്തോഷം എത്രമാത്രം വലുതാ, എത്രമാത്രം ആനന്ദകരമാണ്. അവൻ അനുസരിച്ചു. അവൻ ഒന്ന് ദൈവനിയോഗത്തിൽ, ആത്മനിയോഗത്തിൽ, രണ്ട് അനുസരിച്ചു. ആ അനുസരിച്ചതിൻ്റെ പിന്നിലുണ്ടായ അനുഗ്രഹം ചെറുതല്ല, വലുതാണ്. ആ അനുഗ്രഹം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതമാണ്. ആത്മനിയോഗത്തിൽ ഒരു കാര്യം ചെയ്താൽ ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മിറക്കിൾസ്, അത്ഭുതങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ നാം വായിച്ചത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു യായിറോസിന്റെ വീട്ടിൽ ചെന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും മാറ്റി യേശു വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുമ്പോഴും യേശു ആ വീട്ടിൽ ചെന്നിട്ട് മുറിയിൽ നിന്ന് എല്ലാവരെയും പുറത്താക്കുകയും ചെയ്ത സന്ദർഭത്തിൽ പുച്ഛിക്കുന്ന നോട്ടം, പുച്ഛിക്കുന്ന സ്വരം അവിടെ ഉയർന്നു വരികയാണ്. പുച്ഛിക്കുന്ന വാക്ക് കേട്ട്
ആത്മനിയോഗത്തിൽ പോകുന്ന ആള് ഭയപ്പെട്ട് മാറേണ്ട കാര്യമില്ല. ദാവീദ് ഗോലിയാത്തിന്റെ നേരെ ചെന്നപ്പോൾ പുച്ഛിക്കുന്ന വാക്ക്, ഞാൻ നായാണോ, നീ വടികളുമായി വരുവാൻ ഞാൻ നായാണോ, പുച്ഛിക്കുന്ന വാക്ക്. ആത്മനിയോഗത്തിൽ പോയ ദാവീദ് ഈ വാക്ക് കേട്ട് നിരാശപ്പെട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ദൈവനിയോഗത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ, കാൽച്ചുവടുകൾ വയ്ക്കുമ്പോൾ, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, നിങ്ങളെ തടസ്സം ചെയ്യുന്ന, നിങ്ങളെ പുറകോട്ട് ബാക്കപ്പ് ചെയ്യുന്ന, നിങ്ങളെ തണുത്ത അറ്റ്മോസ്ഫിയറിലേക്ക് ആക്കുന്ന പല കാര്യങ്ങൾ കടന്നു വരാം. പക്ഷേ അതിൻ്റെ നടുവിൽ നിങ്ങൾ പുറകോട്ട് പോകരുത്. അതിൻ്റെ മുൻപിൽ നിങ്ങൾ മുമ്പോട്ടൊരു കാല് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ വിശ്വാസം അസ്തമിച്ചു പോവുകയല്ല, നിങ്ങളുടെ വിശ്വാസം എഴുന്നേൽക്കുകയും അത് ഷൈൻ ചെയ്യുകയും ചെയ്യും. ആ വിശ്വാസം അവിടം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയല്ല, ആ വിശ്വാസം അവിടം കൊണ്ട് കിളിർത്തു വരികയാണ്. ഹല്ലേലൂയ. ഇവിടെ വായിച്ചത്, ആമേൻ, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ആ വീട്ടിൽ ചെന്നു, എല്ലാവരെയും പുറത്താക്കി. ആ ബാലികയുടെ, ആ മകളുടെ പേരൻസിനെയും കൊണ്ട് അകത്ത് കയറി. യേശു അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേറ്റ് വരിക എന്നുള്ള വാക്കുച്ചരിച്ചപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. ഇന്ന് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ യേശുവിൻ്റെ കൈ പിടിക്കാൻ പോവുക. അസ്തമിച്ച വിഷയത്തിൽ യേശു കൈ പിടിക്കാൻ പോവുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തകർന്നു താറുമാറായി എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിന് നേരെ വരും. അതിൻ്റെ മുൻപിൽ അസ്തമിച്ച പലതും എഴുന്നേക്കാൻ പോവുക. അസ്തമിച്ച പലതും ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസം കഴിഞ്ഞ വിഷയത്തിൽ യേശു ആത്മനിയോഗത്തിൽ ചെല്ലുകയാണ്. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെ ആത്മനിയോഗത്തിൽ ചെന്ന യേശു ലാസറിന്റെ കല്ലറയ്ക്കിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, അവൻ സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ പ്രാർത്ഥന പിതാവ് കൈക്കൊണ്ടു. പിതാവ് അതിന്മേൽ ഉത്തരമയച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ കല്ലുകളെല്ലാം നീക്കി യേശു പറയുന്ന ഒരു വേർഡുണ്ട്, ലാസറേ പുറത്തു വരിക. യേശു വിശ്വാസത്തോടെ ചില കാര്യം ചെയ്തു. കല്ല് ഉരുട്ടി മാറ്റുവീൻ. കല്ലുരുട്ടി മാറ്റ്. മരിച്ച ബോഡി പുറത്തു കൊണ്ടുവരുമെന്നല്ല, ഒന്നും പറഞ്ഞില്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ മുൻപിലുള്ള ആ മഹാപർവ്വതത്തിനപ്പുറത്ത് നിനക്ക് വെച്ചിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ഈ മഹാപർവ്വതം നിന്റെ മുൻപിൽ നിൽക്കുന്നതുകൊണ്ട് നിനക്കൊന്നും കാണാൻ കഴിയുന്നില്ല, ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. അതിൻ്റെ നടുവിൽ നിനക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരുവൻ അപ്പുറത്തുണ്ട്. ആ യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ്റെ വാക്കിൻ്റെ മുൻപിൽ ലാസർ എഴുന്നേറ്റ് പുറത്തു വന്നു. യേശു ഈ ബാല്യക്കാരിയുടെ വീട്ടിൽ ഈ ചെന്ന് ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചവളെ പോക്കി എഴുന്നേൽപ്പിച്ചു. അവൾ മരിച്ചവളായിരുന്നു. അവളുടെ പേരൻസിന് അവളെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് പകൽ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെക്കുറിച്ച് ഭാരപ്പെടുന്ന അമ്മ, ഒരു മാതാവ്, ഒരു പിതാവ്, കുഞ്ഞിൻ്റെ ബാഡ് ഹാബിറ്റ്, ബാഡ് ക്യാരക്ടർ, ഇത് കണ്ട് ഭാരപ്പെടുന്ന ചില പേരൻസ്, ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം. പേരൻസ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ മാറ്റുക. എപ്പോഴും പടി 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 എന്ന് പറയുന്ന ആ സംസാരം നിർത്തി
അവരുടെ ഉള്ളിൽ ദൈവവചനം പറഞ്ഞു കൊടുക്കാനും അവരെ അനുസരണത്തിൽ വളർത്താനും നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരുന്നത് പറയരുത്. അവരെ സംശയത്തോടെ നോക്കരുത്. അവരെ നാം അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ഒന്നിനോട് സ്നേഹം കൂടുതലും ഒന്നിനോട് സ്നേഹം കുറവും പാടില്ല. രണ്ടിനെയും ദൈവം തന്നതാണ്, യേശു നമുക്ക് തന്നതാണ്. ഇനിയും കുഞ്ഞുങ്ങൾ ആണായാലും പെണ്ണായാലും നാം അത് സന്തോഷിച്ചോണം. ചിലപ്പോൾ 4 പെണ്ണായിരിക്കാം, ചിലപ്പോൾ 5 പെണ്ണായിരിക്കാം, ചിലപ്പോൾ 3 പെണ്ണായിരിക്കാം, ചിലപ്പോൾ 3 ആണായിരിക്കാം. എന്നാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതിൽ നാം സന്തോഷിക്കണം. അതിനകത്തൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും, വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അവരെ കർത്താവ് മൈറ്റിയായിട്ട് ഉപയോഗിക്കാൻ പോവുക. നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണും. ലോകമറിയുന്നവരാക്കി യേശു അവരെ മാറ്റും. അവരുടെ പഠനത്തിൽ ഉന്നത വിജയം കർത്താവ് കൊടുക്കും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന കാര്യത്തിൽ ചിലർ ഇന്റർനെറ്റും എല്ലാം മാറ്റി, എല്ലാം TV കാണാതെ എല്ലാം മാറ്റി മറിച്ച് ഭയങ്കര സ്ട്രിക്റ്റാണ്. എന്നാൽ അവർ വീട് വിടുമ്പോൾ അവർ പാപം ചെയ്യാൻ തുടങ്ങും. അവരുടെ ഹൃദയത്തിലേക്ക് ആ ചിന്തകൾ വരും, കാണാതെ ചെയ്യാൻ. നാം അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി, നമുക്കുള്ളതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഓപ്പൺ ചെയ്ത് കൊടുത്ത് നോക്കുകയും നമ്മൾ വീട് വിട്ടിട്ട് പോയാലും അവരെ വീട്ടിലാക്കിയിട്ട് പോയാലും തിരിച്ചു വരുമ്പോൾ അവർ പാപം ചെയ്യാതിരിക്കും. അവരുടെ വിദ്യാഭ്യാസം കുറഞ്ഞു പോയി എന്നോർത്ത് ലാഹിക്കേണ്ട കാര്യമില്ല. ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നുവെങ്കിൽ അത് ആ വ്യക്തിയുടെ കുറഞ്ഞ വിദ്യാഭ്യാസമായിരിക്കാം ഒരു ഉന്നത തലത്തിൽ കൊണ്ടെത്തിക്കുന്നത്. ലോകമറിയുന്ന ഒരു സുവിശേഷകനായി ചിലപ്പോൾ മാറിത്തീരും. പ്രതീക്ഷിക്കാത്ത കമ്പനികളിൽ ചില വിദ്യാഭ്യാസമുള്ളവർക്ക് പലതും ചെയ്യാനുള്ള ജ്ഞാനമില്ല. എന്നാൽ വിദ്യാഭ്യാസം കുറഞ്ഞ ചിലർ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, വലിയ പൊസിഷനിലിരിക്കുന്ന കണ്ടിട്ടുണ്ട്. വിദ്യാഭ്യാസമില്ലാത്ത ചിലർ വലിയ പണക്കാരായിത്തീരുന്ന കണ്ടിട്ടുണ്ട്. ഒരുപാട് പഠിച്ചവർക്ക് ഒരു പണമില്ലാത്തവരുണ്ട്. ഒരുപാട് പഠിച്ച ചിലർ ആത്മീയരല്ല, കുറച്ച് പഠിച്ച ചിലർ നല്ല ആത്മീയരായി വരുന്നു. വിവിധ നിലയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് നല്ല കൂട്ടായിരിക്കണം. അവരെ വേറൊരു തരത്തിലും നമ്മൾ വേറൊരു നിലയിലും സഞ്ചരിക്കാൻ പാടില്ല. കാലം എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിക്കോണം. അതിനൊത്ത് അവരെ ട്രെയിൻ ചെയ്യിക്കുകയും അഭ്യസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കണം. ഇവിടെ യേശു പറഞ്ഞ വാക്ക് വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്ത് സിമ്പിൾ മെത്തേഡാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? വിശ്വസിക്കുക മാത്രം ചെയ്യുക. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളിന് കടന്ന് വിശ്വസിക്കാൻ പറ്റും. കണ്ടിട്ടല്ല, കാണാതെ തന്നെ നാം കടന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുക മാത്രം ചെയ്ത യായിറോസിന്റെ വീട്ടിൽ മരിച്ചുപോയ, നഷ്ടപ്പെട്ടുപോയ മകൾ ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവരുടെ നഷ്ടപ്പെട്ട സന്തോഷം അവരുടെ ജീവിതത്തിൽ മടക്കി കിട്ടുവാനിടയായി തീർന്നു. നാം അടുത്തതായിട്ട് ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. അത് നമ്മുടെ ജീവിതത്തിൽ നല്ല സാക്ഷ്യത്തിന് കാരണമായി തീരും. നമ്മുടെ ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ വിശ്വാസം കുറഞ്ഞു പോകരുത്. വിശ്വാസം കൂടി വരുന്നവരായിരിക്കണം. നമ്മൾ വിശ്വാസം കൂടി വരുന്നവരായിരിക്കണം.
അതുകൊണ്ട് നാം മറ്റുള്ളവരെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവരിൽ തന്നെ നമുക്കൊരു വിശ്വാസം, അവർക്ക് നമ്മളിൽ ഒരു വിശ്വാസം. ഏത് കാര്യം ഏൽപ്പിച്ചാലും അതിൽ നാം ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, വിശ്വസ്തരായിരിക്കണം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയാം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. രണ്ടാമത് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. മൂന്നാമത് പറയുകയാണ്, നീ ഒരനുഗ്രഹമായിരിക്കും. നാലാമത് പറയുകയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. അഞ്ചാമത് പറയുകയാണ്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ആറാമത് പറയുന്നു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൽ അബ്രഹാം വിശ്വസിക്കുക മാത്രം ചെയ്തു. അവിടെ കാണുന്ന ഒന്ന്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. രണ്ട്, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ബിലീവ് ഇൻ ഗോഡ്, ഒബേ ദ ഗോഡ്. ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ അനുസരിച്ചു. അങ്ങനെ അനുസരിച്ചതിന്റെ ഫലമായിട്ട് മക്കളില്ലാത്തപ്പോൾ പറയുകയാണ്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. ബഹുജാതികൾക്ക് പിതാവാക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പുതിയ നിയമത്തിൽ യായിറോസിനോട് പറഞ്ഞ യേശു അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും എന്ന് പറഞ്ഞ വാഗ്ദത്തം അത് വിശ്വസിച്ചു. ഇന്ന് പകൽ ഈ വിശ്വാസം യേശുവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വിശ്വാസത്തിലുള്ള കണക്ഷൻ, ഈ ഡിവൈൻ കണക്ഷൻ നിങ്ങളെ ഒരു വാഗ്ദത്തം വിരിയാൻ പോവുക, വാഗ്ദത്തം സക്സസിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു, വാഗ്ദത്തത്തിൻ്റെ ചുരുൾ അഴിയാൻ പോകുകയാണ്. അത് സംഭവിക്കും. നിങ്ങളിപ്പോൾ തന്നെ അത് കാണും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഈ ജനത്തെയും അടിയനെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഡാഡി, ഈ ജനത്തെയും ഞങ്ങളെ ഒരുപോലെ ബ്ലസ് ചെയ്യണമേ. ഞങ്ങളുടെ മേലെ ആ ദൈവിക സമാധാനം പകരണമേ. രോഗികളായിട്ട് ശ്രദ്ധിക്കുന്നവരെ സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് ദൈവാത്മാവിൻ്റെ ഭയങ്കര സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ, അങ്ങയുടെ മഹത്വം ഇറങ്ങട്ടെ. കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി ജനം, പേരൻസ് വളരെ ബദ്ധപ്പാടായിരിക്കുന്നു. ഡാഡി, ഇപ്പോൾ തന്നെ ഇത് ശ്രദ്ധിക്കുന്നവരുടെ മേൽ അതിൻ്റെ വിടുതൽ, ആ വാഗ്ദത്തം ഞങ്ങൾ റിലീസ് ചെയ്തു. കർത്താവ് വാതിൽ തുറന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. അടുത്ത ദിവസം കാണാം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ നീ അത്ഭുതങ്ങൾ കാണും. ഗോഡ് ബ്ലസ് യു.